ഭാരതത്തിന്റെ തെക്കേ അറ്റത്തെ ക്രിക്കറ്റ് ആവേശമായ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം വീണ്ടും ഒരു രാജ്യാന്തര ക്രിക്കറ്റ് മാമാങ്കത്തിന് വേദിയാവുകയാണ്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള 5 മത്സരങ്ങൾ അടങ്ങിയ T20 പരമ്പരയിലെ അവസാന പോരാട്ടം ശനിയാഴ്ച രാത്രി 7 മണിക്ക് അരങ്ങേറുമ്പോൾ കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇത് വെറുമൊരു മത്സരമല്ല. തങ്ങളുടെ പ്രിയപ്പെട്ട താരം സഞ്ജു സാംസൺ തന്റെ കരിയറിലെ ഏറ്റവും നിർണായകമായ ഇന്നിംഗ്സുകളൊന്നിന് സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ ഇറങ്ങുന്നു എന്നതാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പരമ്പര ഇതിനോടകം ഇന്ത്യ 3-1 സ്വന്തമാക്കി കഴിഞ്ഞെങ്കിലും വരാനിരിക്കുന്ന ലോകകപ്പിന് മുന്നോടിയായുള്ള അവസാന പരീക്ഷണ വേദിയായിട്ടാണ് ടീം ഇന്ത്യ ഈ മത്സരത്തെ കാണുന്നത്. ഹാവേലോക്ക് നോർത്ത് മുതൽ മൗണ്ട് മംഗനൂയി വരെ നീണ്ട കളി ആവേശത്തിന് ശേഷം ന്യൂസിലാൻഡ് ടീം ഇന്ത്യയിലെത്തുമ്പോൾ പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങളും ജയിച്ച് ഇന്ത്യ ഹാട്രിക് തികച്ചിരുന്നു. എന്നാൽ 4ാം മത്സരത്തിൽ കരുത്തരായ കിവികൾ തിരിച്ചെത്തിയതോടെ ഇന്ത്യയുടെ അപരാജിത കുതിപ്പിന് വിരാമമായി. എങ്കിലും തിരുവനന്തപുരത്ത് നടക്കുന്ന 5ാം പോരാട്ടത്തിൽ ജയത്തോടെ പരമ്പര അവസാനിപ്പിക്കാനായിരിക്കും സൂര്യകുമാർ യാദവും സംഘവും ലക്ഷ്യമിടുന്നത്. മത്സരഫലം പരമ്പരയുടെ വിധി നിർണയിക്കില്ലെങ്കിലും ടീമിലെ ഓരോ താരത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ച് സഞ്ജു സാംസണെ സംബന്ധിച്ചും ഈ മത്സരം വരാനിരിക്കുന്ന ലോകകപ്പ് ടീമിലെ അവരുടെ സ്ഥാനത്തെ സ്വാധീനിക്കുന്ന ഒന്നായിരിക്കും. സഞ്ജു സാംസൺ, ഇത് അസ്തിത്വത്തിനായുള്ള പോരാട്ടം. മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പര ഇതുവരെ നിരാശാജനകമായിരുന്നു. ആദ്യ 4 മത്സരങ്ങളിലും അദ്ദേഹത്തിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. 10, 6, 0, 24 എന്നിങ്ങനെയാണ് കഴിഞ്ഞ ഇന്നിംഗ്സുകളിലെ അദ്ദേഹത്തിന്റെ സ്കോറുകൾ. വലിയ സ്കോറുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന സഞ്ജുവിന് സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ തന്റെ കരിയർ തിരിച്ചുപിടിക്കാനുള്ള സുവർണാവസരമാണ് ഗ്രീൻഫീൽഡിൽ ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ കടുത്ത മത്സരങ്ങൾക്കിടയിൽ സഞ്ജുവിന് തന്റെ സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ ഈ മത്സരത്തിൽ ഒരു വമ്പൻ ഇന്നിംഗ്സ് അനിവാര്യമാണ്. ഒരു സെഞ്ചുറിയോ അല്ലെങ്കിൽ 80-ലധികം റൺസോ നേടാൻ കഴിഞ്ഞാൽ മാത്രമേ വരാനിരിക്കുന്ന ലോകകപ്പിൽ ഇന്ത്യൻ പ്ലേയിങ് 11-ൽ സഞ്ജുവിന് വ്യക്തമായ അവകാശവാദം ഉന്നയിക്കാൻ കഴിയൂ. അല്ലാത്ത പക്ഷം ടൂർണമെന്റിലുടനീളം അദ്ദേഹത്തിന് ബെഞ്ചിലിരിക്കേണ്ടി വന്നേക്കാം. സ്വന്തം മണ്ണിലെ പിച്ചും സാഹചര്യങ്ങളും സഞ്ജുവിന് നന്നായി അറിയാം എന്നതിനാൽ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്. തന്റെ ട്രേഡ്മാർക്ക് ഷോട്ടുകളിലൂടെ കിവി ബൗളർമാരെ കടന്നാക്രമിക്കാൻ സഞ്ജുവിന് സാധിച്ചാൽ അത് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഒരു വഴിത്തിരിവാകും. അവസാന മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ ചില ശ്രദ്ധേയമായ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ലോകകപ്പിന് മുമ്പ്